ഡെസേർട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു സ്മോൾ ബിസിനസ് ഐഡിയാസ് പാർട്ട് 5. നമ്പർ 1, പ്രൊഡക്റ്റ് ക്വാളിറ്റി. ഒരു ഡെസേർട്ട് ഷോപ്പിന്റെ വിജയം അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയാണ്. ഓരോ ഡെസേർട്ടും രുചികരവും ഫ്രഷും ആയിരിക്കണം. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. ഐസ്ക്രീം, ബ്രൗണീസ്, മിൽക്ക് ഷേക്കുകൾ പോലെയുള്ളവയുടെ ടെക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി, പാകം, വോളിയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നിർബന്ധമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. മാത്രമല്ല നല്ല പ്രൊഡക്റ്റ് ക്വാളിറ്റിയുടെ മൗത്ത് പബ്ലിസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. ഒരു ഡെസേർട്ട് ഷോപ്പ് സക്സീഡ് ആവാൻ അതിന്റെ സോഷ്യൽ മീഡിയ പ്രസൻസ്, ആംബിയൻസ്, ലോഗോ ഡിസൈൻ, ഇൻഫ്ലുവൻഷ്യൽ കൊളാബറേഷൻ പോലെയുള്ള ബ്രാൻഡിംഗ് ആൻഡ് മിക്സിന്റെ പ്രാധാന്യം വളരെയധികം വലുതാണ്. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരൊറ്റ ഡെസേർട്ട് മേക്കിംഗ് റീൽ പോലും വൈറൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻസ്റ്റഗ്രാമിൽ ക്യാച്ച് ആയുള്ള കണ്ടന്റുകൾ, ബ്രാൻഡഡ് പാക്കേജിംഗ്, ഷോപ്പിന് ആവശ്യമായുള്ള ഒരു ക്ലാസി ലുക്ക് എന്നിവ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല കസ്റ്റമേഴ്സിന് ഫോട്ടോ എടുക്കാനും അത് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് ആയി മാറുന്നതുമാണ്. നമ്പർ 3, പ്രൈസിംഗ് സ്ട്രാറ്റജി. കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ബിസിനസിന് ലാഭകരമായിട്ടുള്ള ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജി വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കൗണ്ട്, കോംബോ ഓഫേഴ്സ്, ഹാപ്പി അവേഴ്സ് ഡീൽ പോലെയുള്ളവ കൂടുതൽ സെയിൽസുകൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. ഓരോ ഡെസേർട്ടിന്റെയും ആക്ച്വൽ കോസ്റ്റിംഗ്, പ്രോഫിറ്റ് മാർജിൻ, വേസ്റ്റേജ് എന്നിവ കണക്കാക്കി പ്ലാൻ ചെയ്യുമ്പോഴാണ് ഒരൊറ്റ ഡെസേർട്ട് പോലും ലോസ് ആകാതെ ഓവറോൾ ബിസിനസ് പ്രോഫിറ്റബിൾ ആവുന്നത്. സോ ഇതുപോലെ ഏത് ബിസിനസിനെ കുറിച്ച് അറിയാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളോട് കൂടെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ വീഡിയോയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക.